പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ കർത്താവേ. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത്. യേശു കർത്താവിൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് അപേക്ഷിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പഠിക്കണം. മറ്റ് വിഷയങ്ങളിലെല്ലാം തോറ്റുപോയെങ്കിലും, ജീവിതത്തിൽ തോറ്റുപോയെങ്കിലും ഒരു സെക്കൻഡ് ചാൻസ് നേടാനുള്ളൊരു മാർഗമാണ് പ്രാർത്ഥിക്കാൻ പഠിക്കുക. അത് ദൈവം വെച്ചൊരു ഓപ്ഷനാണ്. അത് നമ്മൾ മുതലാക്കണം. BTH ഇല്ലെങ്കിലും MTHന് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും IASനോ IPSനോ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ജീവിതം മനോഹരമാക്കാം. എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, ടെൻഷനുണ്ട്. എല്ലാ പാഠ്യവിഷയങ്ങൾക്കും അതിൻ്റെതായ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്കുണ്ട്. പ്രാർത്ഥനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. യേശു കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അവൻ്റെ അടുക്കൽ അർദ്ധരാത്രി മറ്റൊരു സ്നേഹിതൻ വന്ന് 3 അപ്പം വായ്പ ചോദിക്കുന്ന ഭാഗവേശ് പറയുകയാണ്. നോക്കിക്കേ, അർദ്ധരാത്രിക്ക് ഉറക്കമില്ല ഈ മനുഷ്യന്. കാരണം ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു. എല്ലാവർക്കും പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിക്കാം. പക്ഷേ ഏലിയാവിനെക്കുറിച്ചാണ് യാക്കോബ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം വ്യത്യസ്തനായി. അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാൻ തക്കവണ്ണം അദ്ദേഹം കഴിവുള്ളവനായി. കാരണം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അമാനുഷികമായ കാര്യങ്ങൾ ദേശത്ത് നടത്തി. അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിവുണ്ടെങ്കിലും, എല്ലാവർക്കും അറിവുണ്ടെങ്കിലും, ചില ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതൊരു സത്യമാണ്. അതുകൊണ്ടാണ് അവരോട് മറ്റുള്ളവർ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നത്. ഇവിടെ അതുതന്നെയാണ്. ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. നോക്കുക, എൻ്റെ അടുക്കൽ വഴിയാത്രയിൽ ഒരു സ്നേഹിതൻ വന്നിരിക്കുന്നു. അത് അർദ്ധരാത്രിയിലാണ്. വലിയ വിഷയമാണ്. ഇരുട്ടിൻ്റെ ഏറ്റവും വലിയ ഇരുട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് 3 അപ്പം വായ്പ തരാം. അപ്പോൾ അകത്തുനിന്നുള്ള മറുപടി, വാതിലടച്ചു പോയി, ഞാൻ ഉറങ്ങാൻ കിടന്നു, കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ട്, തരാൻ പറ്റുകയില്ല, ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്, ഇവൻ സ്നേഹിതനാണെന്ന് ഓർത്ത് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ലജ്ജ കൂടാതെ അപേക്ഷിക്കുകയാണെങ്കിൽ കിട്ടും. ഇതാണ് പ്രാർത്ഥനയുടെ വ്യത്യാസം. സാധാരണ മനുഷ്യരും പ്രാർത്ഥന പഠിച്ചവൻ്റെ വ്യത്യാസം ഇതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ലജ്ജയില്ലാതെ പ്രാർത്ഥിക്കുകയാണ്. ലജ്ജാകരമായ കാര്യങ്ങളുമായിട്ട് വരാം അർദ്ധരാത്രിയിൽ. ക്ഷമിക്കണേ, ഇടപെടണേ കർത്താവേ. പോലീസിനും കോടതിക്കും നാട്ടുകാർക്കും ഇടപെടാൻ കഴിയാൻ പറ്റാത്ത കുഴഞ്ഞ കേസുകൾ, കർത്താവേ ഇടപെടണമേ, ഒരു ചാൻസ് കൂടെ കൊടുക്കണേ, ക്ഷമിക്കണേ എന്ന് പറയാൻ പഠിച്ച ഒരു മനുഷ്യൻ. ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് സ്നേഹിതൻ എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം കൊടുക്കും. ആരാണ് ഈ സ്നേഹിതൻ? യേശു കർത്താവ് എന്ന സ്നേഹിതൻ. ജീസസ് ഈസ് അവർ ഫ്രണ്ട് എന്നുള്ള പാട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ സൗഹൃദം അനുഭവിക്കുന്നത് ചുരുക്കം പേരാണെന്നേ ഉള്ളൂ. അബ്രഹാമിനെക്കുറിച്ച് പറയുന്നത്, യാക്കോബ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്, അബ്രഹാം തൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ തെളിയിച്ചു എന്ന് പറഞ്ഞാൽ, തൻ്റെ മകനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ മടിക്കാതെ അത് ചെയ്യാൻ തയ്യാറായി. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കാണിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന പേർ പ്രാപിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതനാകുക, യേശുവിൻ്റെ സ്നേഹിതനാകുക എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ വില മുടക്കുണ്ട്. റോമാലേഖനം ചേർത്ത് വായിച്ചാൽ അബ്രഹാം എന്തു പ്രാപിച്ചു? പ്രശംസിക്കാൻ തക്കവണ്ണം പ്രവൃത്തിയാൽ വല്ലതും ചെയ്തോ? ഒന്നുമില്ല. അബ്രഹാം വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്തു, പക്ഷേ അത് കർത്താവിൻ്റെ കൃപയാലാണ്. അദ്ദേഹം വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. പിന്നീട് ആ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോയി.
പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ വിശ്വാസത്തിൽ നിന്ന് വീര്യത്തിലേക്കും പരിജ്ഞാനത്തിലേക്കും ഇന്ദ്രിയജയത്തിലേക്കും സ്ഥിരതയിലേക്കും ഭക്തിയിലേക്കും സഹോദരപ്രീതിയിലേക്കും കടന്ന് സ്നേഹത്തിലെത്തി. കണ്ടോ, പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ ആ വഴികളിൽ കൊണ്ടുപോവുകയാണ്. അസാധ്യമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ഭയങ്കര കാര്യങ്ങൾ, ദൈവത്തിന് പ്രസാദമായ കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്യുകയാണ്. അപ്പോൾ യാചിക്കുക. എന്ത് യാചിക്കണം? നമുക്ക് ജീവിക്കാൻ വേണ്ടത് എന്താണോ? അപ്പം വേണം, ബ്രെഡ് വേണം, ഭൗതിക ആവശ്യങ്ങൾ വേണം, കൊച്ചിൻ്റെ ട്യൂഷൻ ഫീസ് വേണം. യാചിക്കുക, കിട്ടും. അന്വേഷിക്കുക. എന്തന്വേഷിക്കണം? നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി, അതിന് പുറത്ത് പോകണ്ടെന്ന് കർത്താവിൽ അന്വേഷിക്കുക. അവൻ നിങ്ങളുടെ ഇമോഷണൽ നീഡ്സിന് ആവശ്യമായി തരും. മുട്ടുക. മുട്ടുക എന്ന വാക്കിൻ്റെ അർത്ഥം ഇടിക്കുക, തള്ളുക എന്നുള്ള അർത്ഥമല്ല. ബുൾഡോസർ വെച്ച് ഇടിക്കുക എന്നുമല്ല. മുട്ടുക എന്ന് പറഞ്ഞാൽ നോക്ക് ചെയ്യുക. സിമ്പിളായിട്ട് നോക്ക് ചെയ്താൽ തുറക്കാൻ പാകത്തിൽ നിങ്ങൾക്ക് ദൈവമായി ബന്ധമായി കഴിഞ്ഞു. യാചിച്ചു കഴിഞ്ഞപ്പോൾ, അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ മുട്ടാൻ തക്കവണ്ണം ദൈവമായി ബന്ധത്തിലായി. മുട്ടിയാൽ തുറക്കും ആത്മീയ വാതിൽ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ്റെ നിലവാരം മാറുന്ന ശ്രദ്ധിച്ചില്ലേ? പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവൻ്റെ മാത്രമല്ല, അവൻ്റെ കുടുംബത്തിൻ്റെ മാത്രമല്ല, അവൻ്റെ സ്നേഹിതരുടെ മാത്രമല്ല, അവൻ താമസിക്കുന്ന ദേശത്തിൻ്റെ, നാടിൻ്റെ നിലവാരം മാറ്റും. കാരണം അവൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. ഇവൻ പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. കാരണം ശമൂവേൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് കൊണ്ട് ദൈവത്തോട് പാപം ചെയ്യാൻ ഇടവരരുതേ. അപ്പോൾ പ്രാർത്ഥിക്കാനൊരു കഴിവൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് ദൈവം അവന് കൊടുത്തതാണ്. ദൈവം അവനെ ആക്കി വച്ചിരിക്കുന്നതാണ്. മറ്റുള്ളവരോടുള്ള സ്നേഹം കൊണ്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കാം. പരിശുദ്ധാത്മാവിന് കീഴടങ്ങാം. റോമാലേഖനത്തിൽ പറയുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. ലൂക്കോസ് 11 തന്നെ ഉണ്ട്. ഈ അപ്പം ചോദിച്ച്, മുട്ട ചോദിച്ച്, മീൻ ചോദിച്ചൊക്കെ കർത്താവിൻ്റെ അടുക്കെ വരുമ്പോൾ കർത്താവ് കുറേ കാര്യങ്ങളിലൊക്കെ ഡിലേ വരുത്തുന്നത് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആത്മാവ് തന്നെ നിങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. നിങ്ങളുടെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ച് കയറി സ്വർഗത്തിൽ ചെന്ന് അതിൻ്റെ ഉത്തരവുമായി മടങ്ങി വരും. നിങ്ങൾ ഒരു അനുഗ്രഹമാകും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ.